ഗൈസ്, ഇതാണ് BMW X1 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഞാനിപ്പോൾ ഇവിടെ യൂറോ കാസിൻ്റെ BMW എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടി. എന്തിനാണെന്നല്ലേ? സ്റ്റേ ട്യൂൺഡ്. അതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടോണി ചാൻ സിംഗപ്പൂരിൻ്റെ ഒരു അടിപൊളി കുഞ്ഞ് എപ്പിസോഡിലോട്ട് സ്വാഗതം. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇവിടെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒത്തിരി കാറുകൾ കിടപ്പുണ്ട് കേട്ടോ. ഇതുകൊണ്ട് BMW യൂറോ കാസിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അവിടെ കിടക്കുന്ന ഒരു അടിപൊളി ഒരു കാറിൻ്റെ ഒരു സംഭവത്തിനാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഇവിടെ പൊതിഞ്ഞ് കിടക്കുന്ന ഈ സംഭവം ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതേതാണെന്നല്ലേ? BMW X3 2025. ഈ പൊതിഞ്ഞ് കിടക്കുന്ന ഈ ഒരു കാർ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഗൈസ്. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. പറ്റുവാണെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്തിട്ട് പോവാം. X1 to X3. അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് BMW പുതിയ X3 ഗൈസ്. ഒരു ഒന്നൊന്നര സംഭവമാണ് ഗൈസ്. അതായത് BMW X3 അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. എം സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, ഈ ഒരു ടയറിൻ്റെ റിമ്മിനൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ X1ഉം X3യും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും ഇത് ആക്ച്വലി ഇച്ചിരൂടെ വലുതാണ്. X1നേക്കാൾ ഇച്ചിരൂടെ വലുതാണ്. നല്ലൊരു വോളിയം നമുക്ക് അറിയാൻ പറ്റും. അത് അതിൻ്റെ ഒരു നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ ഇൻ ടേംസ് ഓഫ് ദ സൈസ്. പിന്നെ നമ്മൾ ഈ ഡോറ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം X1ൻ്റെ അതേ ഒരു സ്റ്റൈലൊക്കെയാണ് അവർ കോപ്പി ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി എന്ന് പറയുന്നത് BMW X3 20X ഡ്രൈവ്, അതായത് സ്പോർട്സ് മോഡലാണ്. അതിൻ്റെ ഇവിടെ ഒരു X3യുടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പൊക്കെ അടിപൊളി കേട്ടോ കാണാൻ. ഇതിങ്ങനെ ഒരു ചെറിയൊരു പാനൽ വന്നിട്ട് ഇവിടുന്ന് ഒരു വലിയൊരു ബാക്ക് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതുണ്ട്, ഈ ലൈറ്റിലെല്ലാം BMW ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പം ഇതൊക്കെ നമ്മുടെ X1ൻ്റെ അതേ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ. ഇതുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു X1ഉം കിടപ്പുണ്ട്. X1 ഇതുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, X3 ഇതുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അസാധ്യമാണ്, ഒരു രക്ഷയില്ല. അതാണ് ഈ BMW X3 20X ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. എക്സ്റ്റീരിയർ വൈസ് ഇത്ര അടിപൊളിയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറും കൂടെ കയറുമ്പം അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പോഴത്തെ ഇതുണ്ട് X1 ഇതുണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഒരു ഗ്രില്ല് ഇതുണ്ട്, ഈ ഒരു സംഭവമാണ്. ഇതാണ് X1 കേട്ടോ. നമ്മുടെ ഇപ്പോൾ വണ്ടി X1 ഞാൻ പറഞ്ഞില്ലേ, ആ X1 നമ്മൾ കമ്പയർ നോക്കുകയാണെങ്കിൽ X3 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ഗ്രില്ലൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ്, പുതിയ ഡിസൈനിലാണ് വരുന്നത്. അടിപൊളിയാണ് ഈ സംഭവം. ഇത് കാണാൻ ഒരു രക്ഷയില്ല മോനെ, അടിപൊളി. ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഗ്രില്ല് ഈ ഒരു സൈസിലാണ് വരുന്നത്. ഇതുണ്ടോ, ഈ ഒരു കളറ്, ഈ ഒരു പാറ്റേണൊക്കെ ഒന്ന് അടിപൊളിയാണ്. ഇതുകൊണ്ട് ഈ ഒരു ലൈറ്റിങ് ഒരു രക്ഷയില്ല മോനെ, സൂപ്പറാണ്. ഇപ്പം നമുക്ക് ഈ ഒരു സസ്പെൻസ് മാറ്റി നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ. നോക്കിയേ, ഞാൻ X1ൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. X3യുടെ പഴയ വണ്ടിയായിട്ട് ഒരു സാമ്യമില്ല. അടിപൊളിയാണ് ഇത് റീവാമ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആംബിയൻറ്റ് ലൈറ്റ് ഇതുണ്ടോ, ഇതിൻ്റെ ഒരു വിട്ട് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഇതൊക്കെ നമുക്കിത് മൊത്തം കോൺഫിഗർ ചെയ്യാവുന്ന, ഈ ലൈറ്റൊക്കെ നമുക്ക് പല ഷെയ്ഡ്സ് നമുക്കിടാം. പിന്നെ ഇതുണ്ട്, ഈ ഒരു AC വെൻ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടച്ച് ആയിട്ടുള്ളൊരു പാനലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ലോക്ക് അൺലോക്ക്, പിന്നെ നമ്മുടെ ഡോർ വിൻഡോസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബൂട്ട് തുറക്കാൻ വേണ്ടി ഇതുണ്ട്, ഈ ഒരു സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഇലക്ട്രിക് സീറ്റാണ്. ഈ സീറ്റും അത്, ആ സീറ്റും ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്. പിന്നെ നമ്മളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീറ്റ് അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു രക്ഷയില്ല, ഇതെന്ത് സ്റ്റൈലിലാണ് അത് വെച്ചിരിക്കുന്നത് കാണാം. അത്രയും കംഫർട്ടായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടിരിക്കുന്നത്. നമുക്കിതുണ്ട്, ഈ സാധനം ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഈ
സ്റ്റീറിംഗ് ഒക്കെ വരുന്നത് ഇതുണ്ട്, ഇങ്ങനെ ഒരു എം സ്പോട്ടിൻ്റെ ഒരു പാനൽ പോലെയാണ് വരുന്നത്. നമ്മൾ ഈ സ്റ്റീറിംഗ് നോക്കുകയാണെന്നുണ്ടല്ലോ, ഇതാ ഒരു X1-ൻ്റെ അതേ ഒരു ഡിസൈനൊക്കെയാണ് വരുന്നത്, ഇതുണ്ടോ. പക്ഷേ ഈ ഒരു LED ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, അത് X1-നേക്കാളും നല്ല വലുതാണ്, നല്ല ഒരു വൈഡായിട്ടാണ് ഇരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു ആംബിയൻറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൽ, അപ്പുറത്തെ ഡോറിലെ പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ ഒരു മൊബൈൽ ഹോൾഡറും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ 2 USB-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് ഈ കൺട്രോൾസ് മൊത്തം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇതിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇപ്പോൾ എക്സ്റ്റീരിയർ ലൈറ്റിങ്, ഇപ്പം നമുക്ക് ആ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം അല്ലെ ഓൺ ചെയ്യണമെങ്കിൽ നമുക്കതിങ്ങനെ ചെയ്യാം. ഇതുണ്ട്, ഇതിപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്തായിരുന്നു നേരത്തെ. ഇതുണ്ട്, ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അത് നേരെ ഓഫ് ചെയ്യാം, അപ്പോൾ അത് ഓഫാവും. ഇത് നമുക്ക് ഓട്ടോ ഇടണമെങ്കിൽ ഓട്ടോ ഇടാം, അല്ലെങ്കിൽ ഓണാക്കി വെക്കണമെങ്കിൽ ഓണാക്കി വെക്കാം. പിന്നെ ഇത് പാർക്കിംഗ് ലൈറ്റ്സ് ഉണ്ട്. പാർക്കിംഗ് ലൈറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കിവിടെ സ്വിച്ച് ചെയ്ത് ഓണും ഓഫൊക്കെ നമുക്ക് ചെയ്യാം, ഏത് വേണമെന്നുള്ളത് കോൺഫിഗർ. ഇതൊക്കെ ഇപ്പോൾ ഈ X3-ലുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സംഭവം കണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ, ഈ ഒരു ഇൻറ്റീരിയർ ക്യാമറ. ഇതുണ്ടോ, ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കാണുകയും ചെയ്യും ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇത് ആക്ച്വലി ഇത് റെക്കോർഡിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ റെക്കോർഡ്. അല്ലെങ്കിൽ ഇതുണ്ട്, ഇവിടുത്തെ ഈ ഒരു ക്യാമറയുണ്ട്, ഈ ഒരു ക്യാമറയാണ് ഇതുണ്ട് ഈ കാണുന്നത്. അത് നമുക്കിവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണുകയും ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ എന്നൊക്കെ. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കിത് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി 360 ഡിഗ്രി ക്യാമറയാണ് ഇവിടെ വരുന്നത്. ഇതുകൊണ്ട് നമുക്കിത് ഇതിപ്പോൾ ഞാനിപ്പോൾ ആ ഡോറ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലോട്ട് മാറും. എന്നിട്ട് ഇതിവിടെ നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളൊരു 360 നമുക്ക് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കോക്പിറ്റ് കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ നല്ലൊരു ഹൈറ്റിൽ നല്ലൊരു ബോൾഡായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് ഒരു രക്ഷയില്ല. ഇതിങ്ങനെ അടച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണെന്നുണ്ടല്ലോ, അസാധ്യ ലുക്ക് ആൻഡ് ഫീലാണ് മോനെ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇതുണ്ട്, ഇവിടെ ഒരു മിറർ, പിന്നെ ഇതുണ്ട് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ. പിന്നെ ഇത് ആംബിയൻ ലൈറ്റ്സ് നമുക്കിവിടെ എല്ലാം കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഈ BMW-ൻ്റെ ഇവിടെ ഒരു ലൈറ്റ് അതിങ്ങനെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ ഈ വെട്ടം ഉള്ളതുകൊണ്ട് നമുക്കത് അത്രയും കാണത്തില്ല. ഇവിടെ ഒരു എം സ്പോട്ടിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ആ ലൈറ്റ് ആക്ച്വലി വരുന്നത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിത് അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ആക്ച്വലി 3യുടെ അതേ ഒരു വോളിയൊക്കെയാണ് വരുന്നത്. പക്ഷേ നല്ല കംഫർട്ടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാനും. പിന്നെ ഇതുണ്ട്, ഇവിടുത്തെ ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇത് സംഭവം. ബാക്കിൽ നിന്ന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സീറ്റൊക്കെ ആണെങ്കിലും ഒത്തിരി ഓബ്സ്റ്റക്കിളൊന്നുമില്ല, കാരണം നല്ല ഒതുങ്ങിയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണത്. അപ്പോൾ ഈ X3 നമുക്കിത് ഇങ്ങനെ കണ്ടാൽ പോയല്ലോ, നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാലോ, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിയാലോ. കാരണം ഇത് ഓൺ ദ റോഡ് ഇതിൻ്റെ പെർഫോമൻസും ആ ഒരു ഗാംഭീര്യമൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. പിന്നെ തന്നെയല്ല ഇത് ഇൻഡോറല്ലേ, നമുക്കൊരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് പോകാം. അപ്പം എൻസനാണ് ഇപ്പം എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വരുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയല്ല, ദാറ്റ്സ് അഗൈൻസ്റ്റ് ദ ലോ. അപ്പം നമുക്ക് ആരെങ്കിലും ഒരാൾ വേണം ഇത് ഡ്രൈവ് ചെയ്ത് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ BMW-ൻ്റെ യൂറോ കാസിൻ്റെ ഷോറൂമിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഏതായാലും X3 ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഈ കിടക്കുന്നതാണ് iX3. ഇത് എൻ്റെ ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത് നല്ലൊരു അടിപൊളി വണ്ടിയാണ്, പക്ഷേ ഇത് ഇലക്ട്രിക് വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്നത് ഇതാണ് X1-ൻ്റെ ഇതൊരു പുതിയ കളറാണ് കേട്ടോ. X1 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അതേ ഒരു സ്റ്റൈലൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് X3. നിങ്ങൾക്ക് നോക്കിക്കേ, ആ ഒരു iX3-യും X1-ഉം ഇതിന് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് മെയിനായിട്ട് അതിൻ്റെ ഗ്രില്ലാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റ് നമുക്കത് രാത്രി കാണുമ്പോൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നോക്കി എന്തൊരു ലുക്കാണെന്ന് നോക്കി. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ X1 പോലെ ഇരിക്കെങ്കിലും ആക്ച്വലി ഇത് ഇച്ചിരി വലിയ കാറാണ്. പിന്നെ അതിൻ്റെ ബാക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ XM പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് XM ആയിട്ടാണ് എനിക്ക് ഒരു കമ്പാരിസൺ വരുന്നത്. വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ദ ഡിസൈൻ കേട്ടോ, നോട്ട് ദ പ്രൈസ്. അൻസനാണ് ഇപ്പം എൻ്റെ കൂടെ ടെസ്റ്റ് ഡ്രൈവിന് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. Thank you, Anson, for your time. So what are the key changes that you see in new X3?
Okay, interior wise, the OS is upgraded. Currently, this is the OS 9, which is the latest OS. Okay. So it comes with all the connected drive store. You can actually do things like downloading app, video streaming, playing games, and things like that. Oh, really? You can? Hmm. But does it comes with X1? X1 similar to X1. ഇപ്പം ഈ നമ്മുടെ ബി എമ്മിൻ്റെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പുതിയ ഒ എസിനകത്ത് ഒരു ഫീച്ചറുണ്ട്, അതായത് ഈ കണക്റ്റഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ കണക്റ്റഡ് ഡ്രൈവിനകത്ത് എന്താ ഫീച്ചേഴ്സ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മ്യൂസിക്, വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ്, ഗെയിംസ്, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഇതുണ്ട്, ഇപ്പോൾ ഇത് കാണുന്ന പോലെ ഇതുണ്ട്. ഇതിപ്പോൾ ഗെയിംസാണ്, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ ഇതിപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഈ ഒരു റോഡിൽ കൂടെ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ X1 നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഹൈറ്റ് ഇച്ചിരി താന്ന് നമുക്ക് തോന്നും. പക്ഷേ X3 നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാർസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ തന്നെയല്ല ഇതുണ്ടോ, ഇതിൻ്റെ ഡ്രൈവിംഗ് പെർഫോമൻസ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം അത്രയും ഇറ്റ്സ് അമേസിങ് ഓൺ ദാറ്റ് പാർട്ട് ആസ് വെൽ. ഇപ്പം ആൻസൺ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. The backside, the front, almost is amazing. Yeah. So the front design actually for this model is like a block. It's like a block. Yeah. And they cut out the side to have a bit of the edges. Yeah. I if not, see. it's just one piece by itself, which never seen before in the market. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറിയതായിട്ടൊന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ്. ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയണം, ഇത് റോഡിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല് വരുന്നത്, പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് അറിയണമല്ലോ. കാരണം യാത്രയുടെ കംഫർട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വണ്ടി യാത്ര ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടി അടിപൊളിയാണ്, സൂപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് എത്രത്തോളം ആണോ അത് തന്നെയായിരിക്കും നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. കാരണം ഡ്രൈവേഴ്സിന് മാത്രമല്ലല്ലോ കംഫർട്ട് വേണ്ടത്, പാസഞ്ചറിനും കംഫർട്ട് വേണ്ടേ. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ആ ഒരു നല്ലൊരു കംഫർട്ട് തോന്നുന്നുണ്ട്. അതാണ് ഗൈസ്, അടിപൊളിയല്ലേ. നമുക്ക് ഇത്രയും ഒരു എക്സ്ക്ലൂസീവായിട്ട് നമുക്കൊരു X3 ഒരു റിവ്യൂ കിട്ടുന്നത്, അതും ഇപ്പോൾ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഈ ലോഞ്ച് ചെയ്ത സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പം താങ്ക്സ് എ ലോട്ട് യൂറോകാസ് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പം X3 മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഐ വുഡ് സേ ഗോ ഹെഡ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് പ്രൈസ് ഓൾവേസ് ഗോ ഫോർ എ ബെറ്റർ ഓഫറുള്ള സമയത്ത് പോയി മേടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഏത് ഡീലർഷിപ്പിൽ പോകണത് ദാറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പർച്ചേസിങ് നമുക്കൊരു 5 days കൊണ്ട് നമുക്ക് കഴിയും, കാരണം അത് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ ഡെലിവറി ചെയ്യും. പക്ഷേ ആഫ്റ്റർ സെയിൽസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങളുടെ ഓഫറും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, സർവീസിങ് സംസാരിക്കുക, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. വണ്ടി ഗ്യാരണ്ടീഡ് ആണ്, വണ്ടി അടിപൊളിയാണ്. അപ്പോൾ ബൈ X3. ഞാൻ X1 X3 അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളത് സ്റ്റേ ട്യൂൺഡ്. അതിനെപ്പറ്റിയുള്ളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. നമ്മൾ X3 കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും കാണുന്നതായിരിക്കും. അപ്പോൾ ഐ വിൽ സീ യു ഗൈസ് ലേറ്റർ. ദിസ് ഈസ് ടോണി ചാൻ സിംഗപ്പൂർ സൈനിങ് ഔട്ട്. ബൈ.